കാസർഗോഡ് നിന്നും വളരെ സുപ്രധാനമായ ഒരു വാർത്ത വരികയാണ് ഈ മണിക്കൂറിൽ. കാസർഗോഡ് ഹരിതചട്ട ബോധവൽക്കരണ പരിപാടി തടഞ്ഞ സംഭവത്തിൽ SDPI പ്രവർത്തകർ കസ്റ്റഡിയിൽ. പ്രതികൾ സമൂഹത്തിൽ വർഗീയ ലഹള ഉണ്ടാക്കാൻ ബോധപൂർവം ശ്രമിച്ചെന്ന് FIR-ൽ പറയുന്നു. ജുമാ നിസ്കാര സമയത്ത് പരിപാടി നടത്താൻ അനുവദിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ബോധവൽക്കരണ പരിപാടി SDPI പ്രവർത്തകർ തടഞ്ഞത്. സംഭവത്തിൽ കണ്ടാലറിയാവുന്ന 50 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരുന്നു. ആദ്യം അവിടെ നടന്ന ദൃശ്യങ്ങളൊന്ന് കണ്ടുവരാം. ശുചിത്വ മിഷനും സംയുക്തമായ ഒരു ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചത് ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളോടും പൊതുജനങ്ങളോടും വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പ്രചരണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഹരിത പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടായിരിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ സർക്കാർ പരിപാടി, ഞങ്ങൾ പഞ്ചായത്ത് പരിപാടിയല്ല, സർക്കാർ പരിപാടി, സർക്കാർ പരിപാടി. നിങ്ങൾ സർക്കാർ വാർത്തയുടെ വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുന്നുണ്ട്. ശിവദാസ്, ഈ SDPI ഭീകരരുടെ അഴിഞ്ഞാട്ടമാണ് നമ്മളിപ്പോൾ കണ്ടത്. അത് മറ്റെവിടെയുമല്ല, സർക്കാരിൻ്റെ ഒരു പരിപാടി. ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഹരിതചട്ട ബോധവൽക്കരണം നടത്തുകയായിരുന്ന ഒരു സംഘത്തിന് നേരെ, അവർ സർക്കാർ ഉദ്യോഗസ്ഥരാണ്, ആ സംഘത്തിന് നേരെയാണ് വലിയ രീതിയിൽ SDPIയുടെ ആക്രമണം ഉണ്ടായത്. ഹരിതചട്ട ബോധവൽക്കരണ പരിപാടി തടഞ്ഞത് ജുമാ നിസ്കാര സമയത്ത് ഇത് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. 50-ലധികം വരുന്ന SDPI പ്രവർത്തകർ, ഹരിതകർമ്മസേനയടക്കമുള്ള സ്ത്രീകളടക്കമുള്ള പ്രവർത്തകരെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചു. അവർക്ക് നേരെ ആക്രോശിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും കുറെ പ്രവർത്തകർ കസ്റ്റഡിയിലായിട്ടുണ്ട്. പ്രതികൾ സമൂഹത്തിൽ വർഗീയ ലഹളയുണ്ടാക്കാൻ ബോധപൂർവം ശ്രമിച്ചുവെന്നാണ് FIR-ൽ പറയുന്നത്. ജുമാ നിസ്കാര സമയത്ത് പരിപാടി നടത്താൻ അനുവദിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ബോധവൽക്കരണ പരിപാടി. വിശദാംശങ്ങളുമായി ശിവദാസ് കന്മനം ചേരുന്നുണ്ട്. ശിവദാസ്, ഇത് മറ്റെങ്ങുമല്ല, നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ് ഈ ഇസ്ലാമിസ്റ്റ് ജിഹാദികൾ അഴിഞ്ഞാടുന്ന ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. നോക്കൂ, അപ്പുറത്ത് ചട്ടം വേണം എന്നുള്ള രീതിയിൽ ബോധവൽക്കരണം നടത്തുന്ന സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്, ഹരിതകർമ്മസേനയുടെ പ്രവർത്തകരുണ്ട്. ഇവർക്കെതിരെയാണ് ഈ ഇസ്ലാമിസ്റ്റുകൾ അഴിഞ്ഞാടുന്നത് എന്നാണ് ശ്രദ്ധേയം. നമുക്ക് ലഭിച്ച ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തെല്ലാമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട്? നീലിമ, കാസർഗോഡ് ജില്ലയിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. മധൂർ പഞ്ചായത്തിലെ ഉളിയടത്തൊടുക്ക എന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ ഒരു ബോധപൂർവമായ ഒരു വർഗീയ കലാപത്തിലുള്ള ഒരു നീക്കവും ഒരു ശ്രമവും നടന്നത്. ഇന്നലെയാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതായത് ഇന്നലെ ഏകദേശം ഉച്ചയോടുകൂടി ഇത്തരത്തിൽ ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ ഒരു ബോധവൽക്കരണ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരുന്നു. സർക്കാർ തലത്തിലായിരുന്നു ഇത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. ഒരു പള്ളിക്ക് സമീപത്തായിരുന്നു, കുറച്ച് അല്പം മാറിയിട്ടായിരുന്നു ഇത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. ഈ പരിപാടി കാണാൻ നിരവധി ആളുകളും ഇവിടെ എത്തിയിരുന്നു. എന്നാൽ പള്ളിയിൽ നിന്നും ഇറങ്ങി അതോടൊപ്പം തന്നെ മറ്റു ചില ആളുകളും ഈ പ്രദേശത്തുള്ള മറ്റു ചില ആളുകളും കൂട്ടമായി എത്തി ഈ പരിപാടിക്ക് നേരെ വലിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടാക്കുകയായിരുന്നു സംഭവിച്ചത്. കൃത്യമായി തന്നെ നിങ്ങൾ ബോധപൂർവം ഇത്തരത്തിൽ ഒരു മുസ്ലിംസിന് നേരെ അല്ലെങ്കിൽ ജുമാ നമസ്കാരം തടസ്സപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് നിങ്ങൾ നടക്കുന്നത്. നിങ്ങൾ ഹിന്ദുക്കളാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്തരത്തിൽ മുസ്ലിങ്ങളുടെ ഒരു ആചാരം തടയുവാനുള്ള അല്ലെങ്കിൽ ഇല്ലാതാക്കാനുള്ള ഒരു നീക്കമാണ് നിങ്ങൾ നടത്തുന്നത് എന്ന് പറഞ്ഞ് ഈ ഒരു പരിപാടി നടത്തുന്ന ആളുകൾക്ക് നേരെ കയ്യേറ്റം നടത്തുകയായിരുന്നു. ഉന്തും തള്ളുമുണ്ടായി, സംഘർഷം ഉണ്ടായി. അതിനുശേഷം പിന്നീട് പോലീസ് ഇവിടേക്ക് വരികയാണ് ചെയ്തിരുന്നത്. SDPI അടക്കമുള്ള മതമൗലികവാദ സംഘടനയിൽപ്പെട്ട നിരവധി ആളുകളാണ് ഈ സമയത്ത് സംഘർഷം ഉണ്ടാക്കാനുള്ള ശ്രമവുമായി രംഗത്ത് ഉണ്ടായിരുന്നത്. കൃത്യമായി തന്നെ ആസൂത്രണം ചെയ്തു തന്നെ ഗൂഢാലോചനയുടെ ഫലമായി തന്നെ കൃത്യമായി അവർ ഇവിടെ എത്തുകയായിരുന്നു. കാരണം നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത ഒരു പരിപാടിയായിരുന്നു ഇവിടെ ഈ ഒരു സർക്കാർ തലത്തിൽ സംഘടിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി തന്നെ അതിനു മുൻപ് ഈ പരിപാടി നടക്കുന്നു എന്നറിഞ്ഞ് നേരത്തെ തന്നെ ആസൂത്രണം ചെയ്തു തന്നെയാണ് ഇത്തരത്തിൽ ഒരു കൂട്ടർ മതമൗലികവാദ സംഘടനയിൽപ്പെട്ട SDPI ഭീകരവാദ സംഘടനയിൽ ഉൾപ്പെട്ട ആളുകളടക്കം ഈ നേരത്തെ തന്നെ ചില കേസുകളിൽ ഉൾപ്പെട്ട പ്രതികളടക്കം ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ ബോധപൂർവം ഇവിടെ വർഗീയ കലാപത്തിനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. കൃത്യമായി തന്നെ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ അക്കാര്യങ്ങളെല്ലാം തന്നെ വളരെ വ്യക്തമാണ്. ശിവദാസ്,
ശിവദാസ്, ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്ന് പറയുന്നത് ജുമാ നിസ്കാര സമയത്ത് പരിപാടി നടത്താൻ അനുവദിക്കില്ല എന്നാണ് ഭീഷണി. എങ്ങനെയാണ് ഈ SDPI ഭീകരർക്ക് ഇത്തരത്തിൽ ഒരു സമൂഹത്തെ മുഴുവൻ വെല്ലുവിളിച്ച് ഒരു സർക്കാരിന്റെ പരിപാടിയെ വെല്ലുവിളിച്ച് ഇങ്ങനെ തെരുവിലിറങ്ങാൻ ധൈര്യം കൊടുക്കുന്ന ഘടകം എന്താണ് എന്നതല്ലേ ഈ ഘട്ടത്തിൽ പരിശോധിച്ചു പോകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്? തീർച്ചയായും അതുതന്നെയാണ് പ്രസക്തമായ ഒരു കാര്യം. പ്രത്യേകിച്ച് ജുമാ നമസ്കാരം നടക്കുന്നു, ആ സമയത്ത് മറ്റുള്ള ആളുകൾക്ക് ഒന്നും ചെയ്യാൻ പാടില്ല എന്ന കൃത്യമായൊരു ധാർഷ്ട്യം തന്നെയാണ് അവരുടെ ഈ സംഘർഷം ഉണ്ടാക്കാനുള്ള ശ്രമത്തിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം വെള്ളിയാഴ്ച പള്ളികളിൽ ജുമാ നമസ്കാരം നടക്കുമ്പോൾ സർക്കാർ തലത്തിൽ പോലും ഒരു പരിപാടി സംഘടിപ്പിക്കാൻ അവർ തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ അതിനെ തടയിടാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാസർഗോഡ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇത്തരത്തിൽ തന്നെ കൃത്യമായി തന്നെ ആസൂത്രണം ചെയ്തുകൊണ്ട് തന്നെയാണ് ഇത് തടയിടാനുള്ള ഒരു പരിപാടിയായിരുന്നു അവിടെ നടന്നത്. ഇതിന് പിന്നിൽ ഒരു കൂട്ടം ആളുകളാണ് ഈ ഒരു സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നത്. നിലവിൽ 50ഓളം പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. കണ്ടാൽ അറിയാവുന്ന 50ഓളം പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഇന്നലെ ഏകദേശം ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത്. ഇന്നലെ ആ സമയത്ത് തുടക്കത്തിൽ ആരെയും അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. കാരണം വലിയൊരു ആൾക്കൂട്ടമാണ് ഈ സംഘർഷ സ്ഥലത്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിനേക്കാൾ വളരെ കുറച്ച് പോലീസുകാർ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് പോലീസിന് കൃത്യമായൊരു അറസ്റ്റിലേക്കോ മറ്റു നടപടികളിലേക്കോ പോലീസിന് കടക്കാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് ഏകദേശം 5ഓളം പേരെ നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കണ്ടാൽ അറിയാവുന്ന 50ഓളം പേർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നേരത്തെ നീലിമ സൂചിപ്പിച്ചതുപോലെ തന്നെ വെള്ളിയാഴ്ചകളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പരിപാടി നടക്കുമ്പോൾ ആ മതത്തിൻ്റെ, പ്രത്യേകിച്ച് ഇസ്ലാം മതത്തിൻ്റെ അത്തരത്തിലുള്ള ജുമാ നമസ്കാരം നടക്കുന്ന സമയത്ത് മറ്റുള്ള ആളുകൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. പ്രത്യേകിച്ച് സർക്കാരിൻ്റെ പരിപാടിയായിരുന്നു അത്, അതുപോലും ചെയ്യാൻ പാടില്ല എന്നൊരു ധാർഷ്ട്യവും അതിനെ എതിർപ്പും ഉള്ള ഒരു ഗൂഢമായ ഒരു കൃത്യമായ ആലോചനയും അത്തരത്തിൽ തന്നെയുള്ള കൃത്യമായ നീക്കവുമാണ് കാസർഗോഡ് ഈ മധൂർ പഞ്ചായത്തിൽ നമ്മൾ കണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് കേരളീയ സമൂഹം ഏറെ ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ശിവദാസ്, ഇതോടെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ നോമ്പ് സമയത്ത് മലപ്പുറത്തൊക്കെ മറ്റ് മതസ്ഥർ കടകൾ, ഹോട്ടലുകൾ തുറക്കുന്നതൊക്കെ വലിയ വിലക്ക് കൽപ്പിച്ചിരുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. അതിൽ വളരെ കൃത്യമായി അന്ന് മുസ്ലിം ജിഹാദി ഗ്രൂപ്പുകൾ എടുത്ത നിലപാട് എന്ന് പറയുന്നത് നോമ്പ് സമയമാണ്, കടകൾ തുറക്കാൻ, ഹോട്ടലുകൾ തുറക്കാൻ കഴിയില്ല എന്ന രീതിയിൽ വലിയ ഭീഷണിയൊക്കെ അവിടുത്തെ മുസ്ലിം ഇതര സമുദായങ്ങളിൽപ്പെട്ട മതങ്ങളിൽപ്പെട്ട ആളുകൾക്കെതിരെയൊക്കെ അത്തരത്തിലൊരു വിലക്ക് ഉണ്ടായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അത് ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ കൂടിയാണ് ഇപ്പോൾ കാസർഗോഡ് ഈ മധൂർ പഞ്ചായത്തിൽ ഉണ്ടായിരിക്കുന്ന സംഭവ വികാസങ്ങൾ. നോക്കൂ, ഒരു സർക്കാർ പരിപാടി നടക്കുമ്പോൾ സംഘടിതമായി എത്തി 50-ലധികം വരുന്ന ആളുകൾ ചേർന്ന് ആക്രോശിക്കുകയാണ്. സ്ത്രീകളും അതുപോലെ ഉദ്യോഗസ്ഥരും ഒക്കെ അടങ്ങുന്ന സാധാരണ സ്ത്രീകളുടെ നേർക്ക് പോലും ഇത്ര വലിയ ആക്രോശം അവർ നടത്തുകയാണ്. ജുമാ നിസ്കാര സമയത്ത് ഇത്തരം പരിപാടികളൊന്നും പറ്റില്ല എന്ന് പറയുമ്പോൾ ഇത് ഒരു ജനാധിപത്യ കേരളമാണ്. ഇവിടെയാണ് ഇത്തരത്തിൽ മതതീവ്രവാദികൾ അഴിഞ്ഞാടുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. സ്വാഭാവികമായും ഇടത് വലത് മുന്നണികളുടെ ഒരു പ്രീണനം തന്നെയാണ് ഇവരെ ഇത്ര നിർഭയമായി സർക്കാർ ഉദ്യോഗസ്ഥരെ അടക്കം കയ്യേറ്റം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കയറൂരി വിട്ടിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും കൃത്യമായി തന്നെ നമുക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയും. കാരണം മുൻപും അത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കൃത്യമായി തന്നെ സർക്കാർ തലത്തിൽ ഒരു നടപടികളും ഉണ്ടായിട്ടില്ല. പലപ്പോഴും മാറി മാറി വരുന്ന LDF ആണെങ്കിലും UDF ആണെങ്കിലും ശരി, കൃത്യമായി ഇത്തരം മത തീവ്രവാദികൾക്കെതിരെ ഒരു നടപടിയും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ മത തീവ്രവാദികൾ ഇവിടെ വളരെ വലിയ രീതിയിൽ തന്നെ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അവരുടെ ഒരു വലിയ താവളമായി കേരളം മാറുന്നത്. പല ഭീകരവാദികളുടെയും രഹസ്യ കേന്ദ്രങ്ങളും പരസ്യമായി തന്നെ പല ഇടങ്ങളിലും അവർ പ്രവർത്തിക്കുന്ന ഒരു ഇടമായി കേരളം മാറിയിട്ടുണ്ട്. മുൻപ് പലതവണ അത്തരത്തിലുള്ള വാർത്തകളെല്ലാം വന്നിട്ടുണ്ട്. നേരത്തെ നീലിമ സൂചിപ്പിച്ചതുപോലെ തന്നെ നോമ്പ് കാലത്ത് പോലും ഇത്തരത്തിൽ മറ്റുള്ളവർക്ക് കൃത്യമായി ഭക്ഷണം കഴിക്കാൻ പോലുമുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടില്ല. പലപ്പോഴും അത്തരത്തിൽ ഏതെങ്കിലും ഒരു ഇതര മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഹോട്ടലുകൾ തുറക്കുകയാണെങ്കിൽ അത് കൂട്ടമായി ചെന്ന് അടപ്പിക്കുന്ന ഒരു സാഹചര്യം മലബാറിലെ പല ജില്ലകളിലും ഉണ്ടായിരുന്നു. മലപ്പുറത്തും കോഴിക്കോടും അടക്കം പല ജില്ലകളിലും അത് നേരത്തെ തന്നെ കണ്ടിരുന്നു. ഇപ്പോഴും അത് തുടരുന്ന ഒരു സാഹചര്യമാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ
ഉദാഹരണമാണ് ഇപ്പോൾ മധൂർ പഞ്ചായത്തിൽ നമ്മൾ ഈ കണ്ട ഈ ഒരു വിഷയം. പള്ളിക്ക് പുറത്ത് ആയിരുന്നു ഇവർ ഒരു സർക്കാർ തലത്തിലുള്ള ശുചിത്വ മിഷന്റെ പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. പള്ളിയോട് ചേർന്നുള്ള സ്ഥലത്ത് അല്ല, അതിന് തൊട്ടപ്പുറത്തായിരുന്നു ഇത്തരത്തിലൊരു പൊതു സ്ഥലത്തായിരുന്നു ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. എന്നിട്ട് പോലും അത് തടയാൻ ഇത്തരത്തിലുള്ള ഒരു മത തീവ്രവാദികളായ ആളുകൾ കൂട്ടമായി എത്തി അതിനെ വലിയ രീതിയിൽ സംഘർഷാവസ്ഥ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒരു വർഗീയ ലഹള തന്നെ കൃത്യമായി ഉടലെടുക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു. പിന്നീട് പോലീസ് ഇടപെട്ടാണ് അത് നിയന്ത്രിച്ചത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ 50ഓളം പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം തന്നെയാണ് നിലവിൽ പോലീസ് FIR ഇട്ടിട്ടുള്ളത്. നിലവിൽ 5 പേരെയാണ് പ്രാഥമികമായി ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. നീലിമ. ശരി, ശിവദാസാണ് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. കാസർഗോഡ് ഹരിതചട്ട ബോധവൽക്കരണ പരിപാടി തടഞ്ഞ സംഭവത്തിൽ SDPI പ്രവർത്തകർ കസ്റ്റഡിയിൽ ആയിരിക്കുന്നു. 50ഓളം പേർക്കെതിരെയാണ് വർഗീയ ലഹള ഉണ്ടാക്കാനുള്ള ഈ ബോധപൂർവമായ ശ്രമത്തിൽ FIR ഇട്ടിരിക്കുന്നത്. ശിവദാസ് കന്മനമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.